ഇതിലുള്ള പ്രശ്നം എന്ന് പറയുന്നത് പണ്ടൊരു അധ്യാപകനെ ആദ്യം സ്കൂൾ കയറി. വലിയ സ്കൂളാണ്, ഒരുപാട് ഡിവിഷൻസ് ഉണ്ട്, ഒരുപാട് ആയിരക്കണക്കിന് കുട്ടികളുണ്ട്, അധ്യാപകരുണ്ട്, വലിയ 1-2 സ്റ്റാഫ് റൂമൊക്കെ ഉണ്ട്. അപ്പോൾ ഇവന് കയറിയിട്ട് 9 സീലാണ് അവന് ക്ലാസ്. അപ്പോൾ സീനിയർ അധ്യാപകരോട് ചോദിച്ചു, എന്ത് എനിക്ക് 9 സീലാണ് ക്ലാസ്, ഈ ബിൽഡിങ്ങിൻ്റെ എവിടെയാണ് 9 സീന്ന് ചോദിച്ചു. അപ്പോൾ ഇവനെ കുതിരയാക്കാൻ വേണ്ടിയിട്ട് എന്ത് പറഞ്ഞു, 9 സി 9 ബീൻ്റെ അപ്പുറത്താണ്. അപ്പോൾ 9 ബിയോട് ചോദിച്ചു, അത് 9 സീൻ്റെ അപ്പുറത്ത്. ചോദ്യത്തിന് ഉത്തരമായി, ഉത്തരമായി. പക്ഷെ ഓനെന്തേ മനസ്സിലായി, ഓനവിടെ പോകണം. അപ്പം ഇതിലുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇത് നമ്മൾ കേവലം ചില ആൾക്കാരുടെ ധാരണ എന്താ വെച്ചാൽ, ഈ രാഷ്ട്രീയ പാർട്ടികൾ എന്ന് പറഞ്ഞാൽ അവരങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ വാക്ക് തർക്കം, ഇന്ന് പറഞ്ഞത് നാളെ പറയില്ല എന്നൊക്കെ പറഞ്ഞ് ഈ പുതിയ ജനറേഷനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഈ പൊളിറ്റിക്സിനൊന്നും താല്പര്യമില്ല. അതൊക്കെ ഓരോരുത്തർ അവരുടെ ആവശ്യത്തിന് വേണ്ടി, ഉദരപൂരണത്തിന് വേണ്ടി നടപ്പാക്കുന്ന പരിപാടിയാണ്. അതുകൊണ്ട് ഞാൻ ആ വൈക്കേ പോകില്ല. പിന്നെ വോട്ടും ഞാൻ ചെയ്യലില്ല, ഞാൻ കുറേ കാലമായിട്ട് വോട്ട് ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വോട്ടർ പട്ടികയൊക്കെ പരിഷ്കരിക്കുക എന്ന് പറയുമ്പോൾ വോട്ട് ചെയ്യാത്ത നിൽക്കുന്നതിനെ വോട്ടർ പട്ടിക പരിഷ്കരിക്കേണ്ട കാര്യം എന്ന നിലക്ക് വളരെ സാമാന്യവൽക്കരിച്ചുകൊണ്ട് ഈ വിഷയത്തൊക്കെ കാണുന്ന ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇതൊരു കേവലം വോട്ടിൻ്റെ വിഷയമല്ല, ഇത് പൗരത്വവുമായി ബന്ധപ്പെട്ടതാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണത്തിൻ്റെ വിഷയം. അതായത് ഇന്ത്യൻ പൗരനാണ് യഥാർത്ഥത്തിൽ വോട്ടർ പട്ടികയിൽ ഉണ്ടാവുള്ളൂ. അതായത് ഒരാൾക്ക് വോട്ടുണ്ടാകണമെങ്കിൽ അതിന് 4 വ്യവസ്ഥകളുണ്ട്. ഒന്നാമത്തെ ഇത് ഇന്ത്യൻ പൗരനാകണം, രണ്ടാമത്തെ 18 വയസ്സാകണം, മൂന്നാമത്തെ സ്ഥിരതാമസക്കാരനാകണം, നാലാമത്തെ നിയമപരമായ തടസ്സങ്ങളൊന്നും കോടതി എന്ന് പറയുന്ന പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല. അതിലൊന്നാമത് പറഞ്ഞത് എന്താ, ഇന്ത്യൻ പൗരത്വം ഉണ്ടാകണമെന്നാണ്. അപ്പോൾ ഇനി കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ വരാൻ പോകണം എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇനി വോട്ടർ പട്ടികയിലുണ്ടെങ്കിലേ പൗരത്വം ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ്. ഇനി പൗരത്വത്തിൻ്റെ അടിസ്ഥാനം എന്തായി മാറുകയാണ്, വോട്ടർ പട്ടികയായി മാറുന്ന ലക്ഷണങ്ങളാണ് എന്ത് ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അതിനെ വിശദീകരിക്കാൻ കൂടെ സമയമല്ല. അതാ പറഞ്ഞത്, എന്ത് 9 സി എവിടെ വെച്ചാൽ 9 ബിൻ്റെ അപ്പുറത്ത്, 9 ബി എവിടെ വെച്ചാൽ അതിൻ്റെ മറ്റിൻ്റെ അപ്പുറത്ത് എന്ന് പറഞ്ഞ് എന്ത് മനസ്സിലായി. അതേപോലെ ഇവിടെ ഇപ്പം എന്താ വെച്ചാൽ, വോട്ടർ പട്ടികയിൽ വരണമെങ്കിൽ ഇന്ത്യൻ പൗരനാകണം. ഇനി കുറച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ പൗരനാകണമെങ്കിൽ എന്തിൽ വേണം, വോട്ടർ പട്ടികയിൽ വേണം. അപ്പോൾ അതിൻ്റെ ഇടയിൽ കിടന്നിട്ട് ആര് സ്വീപ്പാകാണ്, നമ്മൾ പൗരന്മാർ ഇവിടെ സ്വീപ്പാകാണ്. ഇത് ചെറിയ വിഷയമല്ല. അതായത് ഈ പൗരത്വവുമായി, ഇന്ത്യൻ പൗരനാണോ അല്ലേ എന്ന് തീരുമാനിക്കുന്ന വിഷയവുമായി ഇതിന് ബന്ധമുണ്ട് എന്ന് മനസ്സിലാക്കണം. അതാണ് എനിക്ക് ഒന്നാമതായിട്ട് ഇതിൽ എല്ലാവരോടും സൂചിപ്പിക്കാനുള്ളൊരു കാര്യം. ഒരിക്കലും രാഷ്ട്രീയ പാർട്ടികളോടോ രാഷ്ട്രീയത്തോടോ ഉള്ള വിമുഖത കൊണ്ട് എന്ത് ചെയ്യരുത്, ഈ വിഷയത്തിൽ നിന്നും ഒരു കാരണവശാൽ നമ്മൾ മാറിക്കാൻ പാടില്ല. ഇതിലേക്ക്, ഈ പ്രോസസ്സിലേക്ക് നമ്മൾ തീർച്ചയായും എൻട്രി ചെയ്തിരിക്കണം. എനിക്ക് അത്രേ പറയാനുള്ളൂ. എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും എന്ത് ചെയ്യും, അതായത് കുളത്തിൻ്റെ വക്കത്ത് കൂടി പോകുമ്പോൾ അതിക്കാണ് തള്ളിയിട്ടാൽ പിന്നെ നീന്തിക്കായിരിക്കും. പക്ഷേ ചാടുന്നത് വരെ പ്രശ്നം തന്നെയാണ്, അതിൻ്റെ വക്കത്ത് കൂടി പോയിട്ടൊന്നും കാര്യമില്ല. അപ്പോൾ ഇതിലേക്ക് എന്ത് ചെയ്യണം, എല്ലാവരും എൻട്രി ചെയ്യണം എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല.